ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉള്ളി, അതേപോലെ വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്വല്പം പരലുപ്പുണ്ടല്ലോ, കല്ലുപ്പ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അതേപോലെ നമ്മൾ ഉള്ളി ഇട്ട് വയ്ക്കുമ്പോഴും ഇതിൻ്റെ ഈ ഉള്ളിയുടെ കൊട്ടയുടെ അകത്തായിട്ട് നമ്മൾ നല്ലൊരു കട്ടിക്കൊരു പേപ്പർ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉള്ളി ഒട്ടും തന്നെ ചീത്തയാവില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് പരലുപ്പിട്ട് കൊടുക്കാം. കാരണം പരലുപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം അതിനകത്ത് അഴുകിയാൽ മറ്റുള്ള ഉള്ളികളെല്ലാം അത് ചീത്തയാക്കി കളയും. അപ്പോൾ നമ്മൾ ഇതേപോലെ പരലുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോലെ. അപ്പോൾ ഇതേപോലെ അടിയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നിരത്തി ഇടുകയാണെങ്കിൽ ഉള്ളി എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. മാസങ്ങളോളം ചീത്തയാവാതെ ഇതേപോലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ സവാള, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുമ്പോഴത്തേന് ഞാൻ പറയുകയാണ്, അടിയിൽ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതുപോലെ സ്വല്പം കല്ലുപ്പും കൂടെ വിതറുകയാണെങ്കിൽ വെളുത്തുള്ളി ആണെങ്കിലും അതേപോലെ ചുമന്നുള്ളി ആണെങ്കിലും ഒന്നും ചീത്തയാവാതെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം അഴുകിയാൽ മതി, അതവിടെ കിടന്ന് പുഴുവായിട്ട് മറ്റുള്ള ഉള്ളിയും കൂടെ ചീത്തയാക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പച്ചമുളക് അത് ഇതേപോലെ തോനെ മേടിച്ച് വെക്കുന്ന സമയത്ത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 ടിന്നെടുക്കുക. എന്നിട്ട് നമുക്ക് മുളകിൻ്റെ ഞെട്ട് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിനകത്ത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഡപ്പയ്ക്കകത്ത് നമ്മൾ ഇതേപോലൊരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും കട്ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് കൊടുക്കരുത്. കാരണം പെട്ടെന്ന് ഉള്ളിയൊക്കെ, പച്ചമുളകാണേലും ഉള്ളിയാണേലും എല്ലാം അഴുകിപ്പോവും. അപ്പോൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലാത്ത സാധാ ഒരു പേപ്പറോ ഇട്ടതിന് ശേഷം നമ്മളിതേപോലെ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എത്ര വേണേലും നമുക്ക് ഞെരുക്കി അടച്ച് വെച്ചാലും മുളകൊന്നും ചീത്തയായി പോവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡപ്പായിൽ ഇട്ട് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ആ പേപ്പറിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. മുകളിലും താഴെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഈർപ്പം എല്ലാം അത് വലിച്ചെടുത്തോളും. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ മാസങ്ങളോളം സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ആണ് ഇളക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ആക്കി ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ മറ്റേതും ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെളുത്തുള്ളി ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കറിയൊക്കെ ഇറക്കി വെക്കുന്ന ഈ ഒരു റിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും ചതയ്ക്കുമ്പോൾ എവിടെയും തെറിച്ച് പോകത്തില്ല. ഇതിനകത്ത് വെച്ച് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണെണ്ണ, വെളുത്തുള്ളിയുടെ തൊലി, അതേപോലെ പച്ചമുളകിൻ്റെയോ ഉണക്കമുളകിൻ്റെയോ ഒക്കെ ഞെട്ടുണ്ടെങ്കിൽ അത് ഒക്കെ എടുക്കുക. പിന്നെ ഉപ്പ്, പരലുപ്പാണ് വേണ്ടത്. അടിപൊളിയാണ് ഈ ഒരു സൊല്യൂഷൻ. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് മൂലം പാമ്പ്, എലി, പല്ലി, പാറ്റ ഒന്നും തന്നെ വരില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പെരിച്ചാഴിയുടെയൊക്കെ പൊത്തുള്ള ഭാഗത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് പാമ്പ് ശല്യം കുറഞ്ഞു കിട്ടും. കാരണം പാമ്പ്, എലിയുള്ള സ്ഥലത്താണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളിയും അതിൻ്റെ തോലും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ വെളുത്തുള്ളിയുടെ തോലും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് കൊണ്ട് തന്നെ അതിനകത്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി കിട്ടും ആ വെള്ളത്തിൽ കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇപ്പം വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നല്ല എരിവുള്ള മുളകിൻ്റെ ഞട്ടും കൂടിയുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മണ്ണെണ്ണ വേണം, പരലുപ്പ് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇപ്പം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒന്നിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മണ്ണെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണെണ്ണ ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് നല്ല എരിവുള്ള മുളകിൻ്റെ ഞെട്ടാണേ.
അപ്പോൾ ഈ ഒരു സ്മെല്ല് ഉള്ള എരിവിൻ്റെ സ്മെല്ല് അതൊക്കെ മുളകിൻ്റെ ഒരു സ്മെല്ല് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അവിടെ എങ്ങും എലി വരത്തില്ല. അപ്പോൾ എലി വന്നില്ലെങ്കിൽ നമുക്കവിടെ പാമ്പ് ശല്യവും കാണത്തില്ല. കാരണം ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, നമ്മുടെ അടുക്കള ഭാഗത്തും ഫ്രണ്ടിലും എല്ലായിടത്തും ചെടിയുടെ ഇടയ്ക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ എസൻസ് എല്ലാം അതിനകത്തൊന്ന് ഇറങ്ങിക്കിട്ടട്ടെ. കൊണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഈ മണ്ണെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിനകത്തോട്ട് നമുക്ക് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു അരിപ്പ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അരിച്ചെടുത്തതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെടികൾ അതേപോലെ കറിവേപ്പില തൈ അതൊക്കെ മുരടിച്ച് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക. നല്ലൊരു വളമാണ്. അതിനകത്ത് മണ്ണെണ്ണയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ അരിച്ചതിന് ശേഷം മാത്രം നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു മണ്ണെണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മണ്ണെണ്ണ മാത്രമായിട്ട് ഇതിപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷനിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം മണ്ണെണ്ണ മിക്കവർക്കും കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഗ്രാമ്പു പൊടിച്ചതാണേ. ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഗ്രാമ്പു, മണ്ണെണ്ണ, അതേപോലെ തന്നെ പല്ലുപ്പ്, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു എസൻസ്, വെളുത്തുള്ളിയുടെ തൊലി, മുളകിൻ്റെ ഞെട്ട്, ഇതെല്ലാം കൂടെ നമ്മൾ വീട്ടിൽ നിസ്സാരമായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ മണ്ണെണ്ണ മാത്രം മിക്കയിടത്തും ഇല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കൊടുക്കുക. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണയും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ്. മണ്ണെണ്ണയുടെ സ്മെല്ല് ഒരുപാട് നാളവിടെ നിൽക്കും. ആ ഒരു സ്മെല്ലുള്ളിടത്തോളം കാലം പെരിച്ചാഴി, എലിയൊന്നും ആ പരിസരത്ത് വരില്ല. അപ്പോൾ അത് വരാത്തിടത്തോളം കാലം പാമ്പും ആ പരിസരത്തോട്ട് കയറില്ല. അതുപോലെ നമ്മൾ അയലത്തൊന്നും തൊട്ടടുത്തൊന്നും വെള്ളം വയ്ക്കാതിരിക്കുക. കാരണം അത് കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടെടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇതേപോലെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തവള ഒക്കെ കയറി കിടക്കുകയാണെങ്കിൽ ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വരും. അതുപോലെ നമ്മുടെ വീടിനോട് ചേർത്തത് ഇതേപോലെ വേസ്റ്റ് സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക. അതെല്ലായിടത്തും മാറ്റണം. എന്നിട്ട് എലിയുടെ പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക. കഴിവതും വെള്ളം കെട്ടി നിർത്തരുത്. കാരണം അത് കുടിക്കാൻ വേണ്ടിയിട്ടും ആ തണുപ്പടിക്കാൻ വേണ്ടിയിട്ടും പാമ്പ് ആ സ്ഥലത്തൊക്കെ വരും കേട്ടോ. അതുപോലെ തവള കയറിയിരിക്കുകയാണെങ്കിൽ അതിനെ കഴിക്കാൻ വരും. എലി ഉണ്ടെങ്കിൽ അതും കഴിക്കാൻ വരും. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയണ്ട. ഞാനിപ്പോൾ കറിവേപ്പില തൈക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കറിവേപ്പില തൈക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വളമാണ്. പിന്നെ കറിവേപ്പിലയുടെ ഇലയൊക്കെ ഇതേപോലെ ഇപ്പം നല്ല രീതിയിൽ വന്ന ഇലയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് തന്നെ മുരടിച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ മുന്നേ ഉണ്ടല്ലോ, വെളുത്ത് പിടിക്കുന്ന, അതാണ് ഈ ഇലയൊക്കെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അത് പുഴു ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കും. യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.